മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലെ സ്ത്രീ വിവേചനങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡ് പരിഹാരമെന്ന് സുപ്രീം കോടതി. മുസ്ലിം വ്യക്തി നിയമത്തിലെ വിവേചനപരമായ ഭാഗങ്ങൾ റദ്ദാക്കുന്നത് നിയമപരമായ ശൂന്യത സൃഷ്ടിക്കുമെന്നും സുപ്രീം കോടതി വിഷയത്തിൽ നിയമനിർമ്മാണ സഭ നടപടി സ്വീകരിക്കട്ടെ എന്നും സുപ്രീം കോടതി പരാമർശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, ആർ മഹാദേവൻ ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ചാണ് നിർണായക പരാമർശം നടത്തിയത്. മുസ്ലിം വ്യക്തി നിയമത്തിലെ ചില വകുപ്പുകൾ സ്ത്രീ വിവേചനപരമെന്ന പശ്ചാത്തലത്തെ ചോദ്യം ചെയ്തു സമർപ്പിച്ച ഹർജിയിലാണ് നിർണായക നിരീക്ഷണം. വ്യക്തി നിയമത്തിലെ സ്ത്രീ വിവേചനം ഇല്ലാതാക്കാൻ ഏകീകൃത സിവിൽ കോഡാണ് പരിഹാരമെന്ന പരാമർശമാണ് കോടതി നടത്തിയത്. വ്യക്തിഗത നിയമങ്ങൾ ഭരണഘടനാ മാനദണ്ഡങ്ങളുമായി തുലനം ചെയ്യുക സാധ്യമല്ല എന്ന് മുംബൈ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി കോടതി നിരീക്ഷിച്ചു. വിവേചനപരമായ വ്യക്തി നിയമ വകുപ്പുകൾ റദ്ദാക്കിയാൽ നിയമപരമായ ശൂന്യത ഉണ്ടാകുമെന്നും സമാന പ്രശ്നങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ വകുപ്പുകൾ ആ ശൂന്യത നികത്തുന്നുവെന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചത്. പുരുഷന്മാർക്ക് തുല്യമായ അവകാശം സ്ത്രീകൾക്കും ബാധകമാക്കണമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുന്നോട്ടുവച്ചു. മതപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരമുള്ള സംരക്ഷണം വ്യക്തി നിയമത്തിന് ബാധകമല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. മതാനുഷ്ഠാനത്തിന് വിഷയമല്ല, അവകാശങ്ങളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ നിലപാട്. ഈ പശ്ചാത്തലത്തിലാണ് വിഷയം നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ എന്ന നിലപാടിൽ സുപ്രീം കോടതി എത്തിയത്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കണമെന്ന സുപ്രീം കോടതി നിലപാട് സുപ്രധാന രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കും. നാഷണൽ ഡെസ്ക്, ജനം.